എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ശ്രീഷ്മ. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യൂ. ഇന്ന് ഞാൻ കൃഷ്ണൻ്റെയും ദേവകിയുടെയും ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ദേവകിയും വസുദേവനുമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദേവകിയുടെ സഹോദരനായ കംസൻ വളരെ ക്രൂരനായിരുന്നു. തൻ്റെ സഹോദരിക്ക് ജനിക്കുന്ന കുഞ്ഞാണ് തൻ്റെ മരണത്തിന് കാരണമാകുന്നതെന്നറിഞ്ഞ കംസൻ സഹോദരിയായ ദേവകിയെയും വസുദേവനെയും തടവറയിലാക്കുകയും അവർക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെ വധിക്കുകയും ചെയ്യും. അങ്ങനെ 8ാമത്തെ കുഞ്ഞായി കൃഷ്ണൻ ജനിക്കുകയും കംസൻ അറിയാതെ വസുദേവൻ കൃഷ്ണനെ ഗോകുലത്തിൽ യശോദയുടെയും നന്ദനൻ്റെയും അടുത്ത് കൊണ്ടാക്കുകയും ചെയ്യും. അവിടെ കൃഷ്ണൻ യശോദാനന്ദനായി വളരുകയും ചെയ്യും. അങ്ങനെ കളിയും ചിരിയും കുസൃതിയും ഒക്കെയായി യശോദയുടെ കണ്ണനായി കൃഷ്ണൻ വളർന്നു. അങ്ങനെ യശോദയുടെയും കൃഷ്ണൻ്റെയും കുറേ കഥകളുണ്ട്. അതൊക്കെ ഓരോന്നായി നമുക്ക് പിന്നീട് പറയാം. കൃഷ്ണൻ തൻ്റെ പോറ്റമ്മയായ യശോദയുടെ കൂടെ കളിയും ചിരിയുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ മധുരയിൽ തൻ്റെ പെറ്റമ്മ കംസൻ്റെ കാരാഗൃഹത്തിൽ കൃഷ്ണനെയും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ യശോദാനന്ദനായി വളർന്ന കൃഷ്ണൻ തൻ്റെ പെറ്റമ്മയെ പിന്നെ എപ്പോഴാണ് കാണാൻ പോകുന്നത്? ഇന്നത്തെ കഥ അതിനെക്കുറിച്ചുള്ളതാണ്. നമുക്ക് കഥയിലോട്ട് പോകാം. 14 വർഷത്തിന് ശേഷമാണത്രേ കൃഷ്ണൻ തൻ്റെ ദേവകി അമ്മയെ കാണാൻ പോകുന്നത്. അപ്പോൾ ദേവകി അമ്മ വളരെ ദുഃഖത്തോടെ കൃഷ്ണനോട് ചോദിക്കുമത്രേ, കൃഷ്ണ, നീ എല്ലാം അറിയുന്ന ഭഗവാനല്ലേ? ഞാൻ നിന്റെ പെറ്റമ്മയാണെന്നറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് 14 വർഷം വരെ എന്നെ കാണാൻ വരാതിരുന്നത്? ഇത്രയും വർഷം നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര കാത്തിരുന്നു. ഓരോ നിമിഷവും നീ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇതുവരെ ജീവിച്ചത്. ഇത് കേട്ട കൃഷ്ണൻ പറയും, അമ്മേ, കഴിഞ്ഞ ജന്മത്തിൽ നടന്ന ഒരു കാര്യം ഞാനിപ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നീ ചോദിച്ചതിനുള്ള ഈ ഉത്തരം എനിക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ പറയാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമനായിരുന്നു. നീ ദശരഥൻ്റെ ഭാര്യ കൈകേയിയുമായിരുന്നു. എൻ്റെ പോറ്റമ്മയായ യശോദ ദശരഥൻ്റെ പിന്നെ ഒരു ഭാര്യയായ കൗസല്യയുമായിരുന്നു. അതായത് ശ്രീരാമൻ്റെ സ്വന്തം അമ്മയാണ് കൗസല്യ. കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ അമ്മയായ കൗസല്യയിൽ നിന്നും എന്നെ 14 വർഷം വരെ അകറ്റി വനവാസത്തിനായി അയച്ചിരുന്നു. ആ 14 വർഷം വരെ ആ അമ്മയ്ക്ക് എനിക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സ്നേഹം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ജന്മത്തിൽ ഞാൻ 14 വർഷം വരെ യശോദയുടെ അടുത്ത് നിന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതാ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നീ ചോദിച്ചതിനുള്ള ഉത്തരവും തന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി അടുത്ത കഥയുമായി വരുന്നതുവരെ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യൂ. എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.